അവളോട് എന്ത് പറഞ്ഞാലും അവക്കത് മനസ്സിലാവും. വേഗം വരാൻ പറഞ്ഞോണ്ട് ഫോൺ അടിച്ച് എന്നെ വിളിക്കുന്നതായിരിക്കും. അയ്യോ, കീ അതിൽ തന്നെ ഇട്ടിരിക്കുകയാണല്ലോ. ആരെങ്കിലും വണ്ടി കൊണ്ടേ മുട്ടിച്ചിട്ടുണ്ടാവും. ഏയ്, ആരാടാ അത്? എന്റെ വണ്ടി ആരാടെ കൊണ്ടേ മുട്ടിച്ചത്? അഹങ്കാരികള്. എന്റെ റാണിയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്ന വിചാരിച്ചല്ലേ? എടാ നിക്കടാ, എന്റെ റാണിയെ കൊണ്ടുപോലെ നിക്കാൻ. നിക്കടാ അവിടെ. നിക്കാനാ പറഞ്ഞേ. എടാ വൃത്തിയിട്ടവനെ, ഈ നാട്ടിൽ എത്ര നല്ല വണ്ടികളുണ്ട്, എന്നിട്ട് എന്റെ പാവ റാണിയാണോ നീ കൊണ്ടുപോകുന്നേ? ഭേദം, നിന്റെ ബുദ്ധി അപാരം തന്നെ. അവളെ അമ്മുവിന്റെ മുഖം ഒന്ന് കാണായിരുന്നു. ഞാൻ അവളെയും വിളിച്ച് കവറും കൊണ്ട് അകത്തേക്ക് കയറി ചെന്നപ്പോ അവളുടെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു വരാന്ന് വിചാരിച്ചിരിക്കായിരുന്നു അവള്. പാവുണ്ട് വേദാന്ത്, അവളെ കണ്ടിട്ട് എനിക്ക് ശരിക്കും വിഷമമായി. ബർത്ത്ഡേ വിഷ് ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. ചെയ്യണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്? അവളെ വിഷ് ചെയ്യണ്ട, നമ്മൾ ഇത് അറിഞ്ഞതായിട്ട് അവളെ അറിയിക്കേണ്ട എന്നൊക്കെ. പാവുണ്ട് വേദാന്ത്, അവൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അവളോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞില്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കേട്ടിട്ട് അവൾ അപ്സെറ്റ് ആവുക ചെയ്തത്. ഓഫീസിൽ വരുമെന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. ഒരരപ്പിരി ലൂസാണെന്ന് അറിയാലോ നിനക്ക്. ട്രസ്റ്റ് മീ സിദ്ധാർത്ഥ്, അവളുടെ മനസ്സ് എത്രത്തോളം അപ്സെറ്റ് ആയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ ഇതുപോലൊരു അവസരം ഇനി എന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അല്ല, വെറുതെ എന്തിനാ ഈ ഡ്രാമയൊക്കെ? നമുക്ക് സന്തോഷമായിട്ട് വീട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്ത പോരെ? വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ പാർട്ടി ബുക്ക് ചെയ്യാം. സിദ്ധാർത്ഥ്, ഈ പാർട്ടി അറേഞ്ച് ചെയ്യുന്നതും സൂപ്പർഫിഷ്യൽ ലക്ഷറി ലൈഫ്സ് ഒക്കെ കണ്ട് മടുത്തില്ലടോ. നമ്മൾ ഇതിലൊക്കെ കൂടുതൽ സ്നേഹമാണ് ആഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അവൾക്ക് ഈ പാർട്ടി നടത്തുന്നൊന്നും ഇഷ്ടമല്ല. ആൻഡ് മോർ ഓവർ, നമ്മൾ ഇനി അങ്ങനെയൊക്കെ ചെയ്താലും അമൂലേക്ക് ഓർത്തിരിക്കാൻ വേണ്ടി തക്കതായ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവൾക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവില്ല, പക്ഷെ ഇത് അവളെ ലൈഫ് ടൈം ഓർത്തിരിക്കും. അങ്ങനെയൊന്നാ എന്റെ പ്ലാനിലുള്ളത്. അവളെ ഞെട്ടിക്കുന്നൊരു സർപ്രൈസ് കൊടുക്കാം. ഈ സർപ്രൈസ് എന്ത് തന്നെയായാലും അവളെ ഞെട്ടിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. എന്താ വേദന്ത് ഇതൊക്കെ? ബിസിനസ് മാൻ ഓഫ് ദ ഇയറിൽ നിന്ന് ലവർ ഓഫ് ദ ഇയർ ആയിട്ട് മാറിയിരിക്കുകയാണല്ലോ. ശരി, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യ്. നീയായി, നിന്റെ പെണ്ണായി. പക്ഷെ അവൾ ഒരിക്കലും എന്നോട് വന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ചേട്ടനും കൂടെ അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കരുത്. കമോൺ സിദ്ധാർത്ഥ്, ഇതൊക്കെ വലിയ കാര്യമുള്ളൂ. പിന്നല്ലാതെ അവൾ അല്ലെങ്കിൽ തന്നെ വായടച്ച് മിണ്ടാതിരിക്കില്ല. ഇതുകൂടെ ആയ പിന്നെ അറിയാലോ. അവളുടെ ദേഷ്യമൊന്നും എനിക്ക് കാണാൻ പറ്റില്ല വേദം. ഇനിയിപ്പൊ നിങ്ങളായി, നിങ്ങളുടെ പാടെ. വൃത്തിയിട്ടവനെ, ഈ നാട്ടിൽ എത്ര നല്ല വണ്ടികളുണ്ട്, എന്നിട്ട് എന്റെ പാവ റാണിയാണോ നീ കൊണ്ടുപോകുന്നേ? എടി റാണി, നിനക്കത് എന്താ പറ്റിയത്? ഇത്രയും നാളും വേറെ ആരും സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ട് ആവില്ലായിരുന്നല്ലോ. ഇപ്പൊ നീ എന്തിനാ പോകുന്നേ? ഒന്ന് പറയുന്ന കേക്ക് റാണി. നിക്കവിടെ. നീ അവനെ ഒന്ന് പിടിച്ചു നിർത്താൻ നിനക്കേ പറ്റൂ. അവനെ ഞാൻ കെട്ടിയിട്ടടിക്കും. അയ്യോ എന്റെ പാട്ട വണ്ടി, നീ എന്താ ഇങ്ങനെ കിടന്ന് എഴയുന്നത്? കുറച്ചും കൂടെ സ്പീഡിൽ പോയിക്കൂടെ? മേഡം ഇപ്പൊ നടന്നു വന്ന് എന്നെ പിടിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. അവിടെ നിക്കാൻ. നിക്കാനാ പറഞ്ഞേ. നിക്കടാ. റൗഡി ബേബിയെ കുറിച്ച് നിനക്ക് അറിയില്ല. നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറ്റി ഇറക്കും. നിക്കാനാ പറഞ്ഞേ. ഹില്ലിംഗ് ഉണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. മര്യാദയ്ക്ക് അവിടെ നിക്ക. നീ മരിക്കുമ്പോഴേ വെള്ളം കിട്ടാതെ ചാവുള്ളൂ. കാക്കയും കഴുകനും ഒക്കെ കൊത്തി തിന്നും. എടാ നിക്കാൻ. നിക്കടാ അവിടെ. അവിടെ നിക്കടാ. പറയുന്ന കേക്ക്. എന്റെ സ്റ്റാമിന നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. റാണിക്ക് ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നു. തന്നെ ഞാൻ പെട്ടെന്ന് വിടുമെന്ന് വിചാരിക്കണ്ട. റോഡിൽ കൂടെ പോകുന്ന എല്ലാ ബൈക്കും ലോറിയും ഒക്കെ തന്റെ തലയിൽ കൂടെ കയറി ഇറങ്ങും. താൻ കണ്ടോ? മേഡം, ഇനി എന്റെ പിന്നാലെ വന്നാൽ ഞാൻ തന്നെ പേടിച്ച് തലകറങ്ങി വീണ് വല്ല ഡിവൈഡറിലും കൊണ്ട് കയറ്റും. അങ്ങനെ ലോറി കയറുമെന്ന് ഉറപ്പാ. എടാ സുമേഷേ, നിനക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല,
ഇതെങ്ങാനും എന്റെ കുടുംബത്തിൽ അറിയണം, 4 തലമുറ മുൻപുള്ളവർ വരെ വന്ന് അടിച്ചിട്ട് പോകും. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മുട്ടുസൂചി പോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. വീക്ക് ഹാർട്ട് ഉള്ളവരടുത്ത് ഇങ്ങനെയുള്ള ജോലികളൊന്നും ഏൽപ്പിക്കരുത്. എന്റെ ബോസിന് എങ്ങനെ ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ തോന്നുന്നേ? ഛേ, അത് മിസ്സായി. ഇനി ഇങ്ങനെ പോയാൽ വലിയ ചൂടുകളിലൊക്കെ മേടം എടുത്ത് ഇറങ്ങുന്നു വരും. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എസ്കേപ്പ്. എടാ വൃത്തിയോട്ടവനെ, എന്റെ റാണി അടിച്ചോണ്ട് പോയിട്ട് എനിക്കിട്ട് കല്ലെടുത്ത് എറിയുന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാം. കല്ലല്ലോ, പിന്നല്ലേ ഇതില്? ഇങ്ങനെ ഒരു കള്ളനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല. മോഷ്ടിക്കാൻ വന്നിട്ട് അഡ്രസ്സൊക്കെ എഴുതി തന്നിട്ടാണോ ഇവൻ പോകുന്നത്? വേറെ എന്തെങ്കിലും പേപ്പറാണെന്ന് വിചാരിച്ച് എടുത്ത് എറിഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഓടിച്ച ടെൻഷനിൽ അറിയാതെ എടുത്ത് എറിഞ്ഞിട്ട് പോയതായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, എന്താണെങ്കിലും അവന്റെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞല്ലോ. ഈ അഡ്രസ്സ് ഉപയോഗിച്ച് അവൻ എത്ര വലിയ കള്ളനാണെങ്കിലും ഞാൻ പിടിച്ചു കെട്ടും. ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നെന്റെ റാണിയെ പിടിച്ചു കൊണ്ടുവരും. കണ്ടോ നീ? താനൊരു പൊട്ടനെ കാണിച്ചു തരാൻ നിനക്ക്. രക്ഷപ്പെട്ടു. എന്റെ പൊന്ന് റാണി, വരുന്ന വഴിക്ക് ഒന്നും നിർത്താതെ എന്നെ ഇവിടെ കൊണ്ടൊന്ന് എത്തിച്ചല്ലോ. നന്ദിയുണ്ടേ. ഇല്ലായിരുന്നെങ്കിലേ എന്റെ ഈ ബോഡി നാളെ തന്നെ ഡെഡ് ബോഡി ആയേനെ. എന്തായാലും ബോസ് പറഞ്ഞ സ്ഥലത്ത് ഇതിനെ എത്തിക്കാനായല്ലോ. ഈ പാട്ടുവണ്ടി എങ്ങനെയെങ്കിലും ബോസിന്റെ അടുത്ത് എത്തിക്കണം, എന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. വാ റാണി. ഗുഡ് സുമേഷ്, താൻ എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു. ബോസ്, കുറച്ചെങ്കിലും ടൈമിംഗ് തെറ്റിയിരുന്നെങ്കിലേ ഈ സുമേഷിന്റെ ജീവിതത്തിൽ അവസാന ദിവസം ഇതായേനെ. ബോസിന് ആരെങ്കിലും അടിക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇതുപോലെ ടെൻഷൻ അടിപ്പിക്കുന്ന പണിക്കൊന്നും എന്നെ ഇനി വിളിക്കരുത്. ബോസിന്റെ റൗഡി ബേബി റോഡിലുള്ള എല്ലാ കല്ലും എടുത്ത് എന്നെ എറിഞ്ഞിട്ടുണ്ട്. മേഡത്തിന് ഉന്നം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഉന്നം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സുമേഷ് ഇന്ന് ഡെഡ് ബോഡി ആയേനെ. ഇപ്പൊ ഇതിനൊന്നും പറ്റിയില്ലല്ലോ. താൻ ഹാപ്പി ആയിട്ടിരിക്കേ. തനിക്ക് ഒരു പണി കൂടെ ഉണ്ട്. ഇനി ഒരു പണിയും കൂടി ഉണ്ടെന്നോ? ഇന്നത്തോടു കൂടി ബോസ് എന്നെ കൊല്ലാനാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആയിക്കോട്ടെ, അതും ചെയ്യാ. പറയൂ. നോക്ക് സുമേഷേ, അത് ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ അഡ്രസ്സ് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ റാണിയെ മോഷ്ടിച്ചിരിക്കുന്നത് എനിക്കറിയാവുന്ന ആരോ തന്നെ. റാണി ഇനി വീട്ടിലെത്തി കാണോ? അവൾ എങ്ങനെ അങ്ങോട്ട് പോവാനാ? എന്തായാലും അവൻ എന്റെ കൈ കിട്ടും. ആദ്യം റാണിയെ കാണാട്ടെ. ബോസ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ. ഗുഡ്. നീ കൊടുത്ത അഡ്രസ്സിൽ അമൂല്യ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്.
റാണിയെ കൊണ്ടുവന്ന് താനാണെന്ന് പറയണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് മാനേജ് ചെയ്യണം. ബോസ്, ക്ലൈമാക്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ആദ്യമേ പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെയാ ചെയ്തതെന്ന് പറയാനാണെങ്കിൽ മുഖം കാണിച്ച് ഞാൻ അത് എടുത്തോണ്ട് വന്നാ പോരായിരുന്നോ? എന്തിനാ ഞാൻ ഇത്രയും അഭിനയിച്ചത്? അല്ലേ തന്നെ അത് റൗഡി ബേബിയാ. റാണിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ മേഡത്തിന്റെ കയ്യിൽ പോയി പെട്ടാൽ എന്നെ മാങ്ങ കുത്തി അരിയുന്ന പോലെ അരിഞ്ഞ് വല്ല കാക്കയ്ക്കോ പൂച്ചക്കോ ഇട്ട് കൊടുക്കും, അറിയോ? അങ്ങനെ ഒന്നും സംഭവിക്കില്ലടോ. താൻ അങ്ങോട്ട് ചെല്ല്. സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ എന്തൊരു ഈസിയാ. അനുഭവിക്കേണ്ടത് ഞാനല്ലേ? അയ്യോ എന്റെ ഈശ്വര, ഇത് ആലോചിക്കുമ്പോ തന്നെ എന്റെ കൈയും കാലും ഒക്കെ കടകടകടന്ന് വിറക്കിയാണല്ലോ. ഹായ് മാഡം. ഹായ്. മാഡം പറഞ്ഞ പെൺകുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ച ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ ഉടനെ ഞാൻ നിങ്ങളെ വിളിച്ചോളാം. താങ്ക് യു. താങ്ക്സ് പറഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. ശരി മാഡം. അപ്പൊ നീ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ? അപ്പൊ ഇവിടെ വന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. അതും എന്റെ വേദിനൊപ്പം. ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നിന്റെ ബർത്ത്ഡേ സ്പോയിൽ ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. എന്നാലും അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അമ്മു, നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിയ സ്പെഷ്യൽ ചോക്ലേറ്റ് ഇത് സ്വീറ്റ് ചോക്ലേറ്റ് മാത്രമല്ല, ഞാനിതിൽ പലതും ആഡ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നീ ഇത് കഴിക്കുന്നോ അത്രയും പെട്ടെന്ന് എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. എനിവേസ്, ഓൾ ദി ബെസ്റ്റ് ടു ബോത്ത് ഓഫ് us. സുമേഷ്, എവിടെ അവൻ? ആരാ അവൻ? പരിയേക്കും കൊണ്ട് വരാൻ പറ. അവൻ എന്റെ കൈ കിട്ടിയാലേ ഞാൻ അവനെ ചമ്മന്തി പോലെ ആയിരിക്കും. അല്ല, അവൻ എന്നെ കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. എന്റെ റാണിയെ കൊണ്ടുപോകാനുള്ള ധൈര്യം അവൻ എങ്ങനെ കിട്ടി? എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഞാൻ അവനെ ഇടിച്ചടിച്ച് ചമ്മന്തിയാക്കും. എവിടെ അവൻ?